മാപ്പ് പറഞ്ഞായിരുന്നു. അതെല്ലാവരും മാപ്പ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അവിടെ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇന്നാണ് സിജോയെ കാണുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആരുടെ അടുത്ത് ദേഷ്യമില്ല, ഞാൻ ഹൃദയത്തിൽ നിന്നാണ് അന്നും മാപ്പ് പറഞ്ഞു, ഞാൻ ഇന്നും മാപ്പ് പറഞ്ഞു. കല്യാണ ചെക്കനും പെണ്ണും നിൽക്കുമ്പോൾ എല്ലാവരോടും അവരെ കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോൾ പറയാൻ പറ്റിയ സാധനമാണ് മാപ്പ്. റോക്കിയും സിജോയും തമ്മിലുള്ള ഒരു ഇഷ്യൂ നമുക്കറിയാമല്ലോ. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇതുപോലൊരു ഇടി നടന്നിട്ടില്ല. അപ്പം ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടും ഈ ഒരു വിഷയം കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. സിജോ പുറത്തിറങ്ങിയിട്ടും വിട്ടിട്ടില്ലായിരുന്നു. ഇതിനെപ്പറ്റി അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും, അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഇപ്പോൾ 2 ദിവസത്തിന് മുന്നേ നമ്മുടെ ഋഷി മുടിയൻ്റെ കല്യാണമായിരുന്നു. അങ്ങനെ ഋഷിയുടെ കല്യാണത്തിന് എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ അതിൻ്റെ വെഡിങ് റിസപ്ഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇവരെല്ലാവരും ഒത്തുകൂടിയ സമയത്ത് റോക്കിക്ക് മൈക്ക് കൊടുത്തിട്ട് ഋഷിയെ പറ്റിയിട്ട് 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ റോക്കി അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, അതായത് സിജോ എടുത്ത് മാപ്പ് പറഞ്ഞു. കാര്യം ബിഗ് ബോസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഒന്നിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അവിടെ അത്യാവശ്യം മീഡിയാസും ഉണ്ട്. ആ സമയത്ത് പബ്ലിക്കായിട്ട് പുള്ളിക്കാരൻ മാപ്പ് പറഞ്ഞു. എന്തായാലും മാപ്പ് പറയുന്ന വീഡിയോയും കാര്യങ്ങളും ഒന്നും നമ്മളെങ്ങും കണ്ടില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് മീഡിയസിന് ഒരു വൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, റോക്കിയും ജിൻഡോയും കൂടെ. അന്നേരമാണ് ഈ ഒരു സംഭവം പറയുന്നത്. എന്തായാലും നമുക്ക് ആദ്യമേ അതൊന്ന് കണ്ടു നോക്കാം. മാപ്പ് പറഞ്ഞായിരുന്നു. അതെല്ലാവരും മാപ്പ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അവിടെ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇന്നാണ് സിജോയെ കാണുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആരുടെ അടുത്ത് ദേഷ്യമില്ല, ഞാൻ ഹൃദയത്തിൽ നിന്നാണ് അന്നും മാപ്പ് പറഞ്ഞു, ഞാൻ ഇന്നും മാപ്പ് പറഞ്ഞു. പിന്നെ അവന് വീഡിയോയിൽ കൂടെ 1-2 പ്രതികരണം ഉണ്ടായിരുന്നല്ലോ. എങ്ങനെ വീഡിയോയിൽ കൂടെ 1-2 പ്രതികരണം ഉണ്ടായിരുന്നു. അതെ അത് ചിലപ്പോഴത്തേക്ക് നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ ബ്രോ, ചില സമയത്തല്ലേ ഇമോഷണലി നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒന്നുമില്ല. ജിൻഡോ പറഞ്ഞിട്ടാണ്. അപ്പം റോക്കി ഇതിനകത്ത് മാപ്പ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം സിജോ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിനകത്തുള്ള പല കണ്ടസ്റ്റൻസിനെയും ഈ ഷോ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് പലരും കാണുന്നത്. ഓക്കെ, എന്തായാലും റോക്കി മാപ്പ് പറഞ്ഞത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം ഈ ഒരു ഇടി കൊണ്ടതിന് ശേഷം സിജോ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉള്ള കാര്യം പറയാമല്ലോ, സിജോയുടെ ലൈഫിൽ എന്തൊക്കെ ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നതിനെക്കാട്ടിയും ഒരുപാട് കാര്യങ്ങൾ ബാധിച്ചിട്ടുണ്ട്. എന്തായാലും സിജോ അതിൽ നിന്നെല്ലാം റിക്കവർ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ സിജോ ഈ ഒരു സാധനം വിടാനായിട്ട് പുള്ളിക്കാരന് വലിയ താല്പര്യമില്ല. പുള്ളി ഇത് തന്നെ കണ്ടിന്യൂസ്ലി വീഡിയോയ്ക്കകത്ത് വന്നിരുന്ന് ഇതിനെ പറ്റി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. പല കാര്യങ്ങളിലും എന്തുവാണ് ഇവനോട്, അതായത് റോക്കി എന്ന് പറയുന്ന ഒരു വ്യക്തിയോടെ പൊറുക്കാനായിട്ട് സിജോയ്ക്ക് താല്പര്യമേ ഇല്ല. ആ ഒരു മട്ടിലാണ്. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നൊരു കാര്യം. റോക്കി പബ്ലിക്കായിട്ട് മാപ്പ് പറഞ്ഞിട്ടും സിജോയ്ക്ക് അത് അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല. എന്തായാലും റോക്കി പറയുന്ന വാക്യം കൂടെ കണ്ടു നോക്കാം. നമ്മളവിടെ അത്രയും കൂട്ടായിരുന്നു, ഒരുമിച്ചായിരുന്നു. പുള്ളിക്കാരൻ എന്ത് പറഞ്ഞു? പുള്ളിക്കാരന് ചെറിയ വിഷമമുണ്ട്. കാര്യം അത് കുഴപ്പമില്ല ബ്രോ. നമ്മൾ മാപ്പ് പറയാന്നുള്ളത് നമ്മുടെ കാര്യം, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുടേതാണ്, അത് ക്ഷമിക്കേണ്ടത്. ഇല്ല, അവന് വേറെ വിഷമമൊന്നും ഇല്ല, അവൻ ക്ഷമിച്ചത് തന്നെയാണ് എന്റെ. അതിനു മുമ്പ് പുറത്ത് സംസാരിച്ചായിരുന്നു. അപ്പൊ ശരിക്കും തെറ്റുകൾ പറ്റും, തെറ്റുകൾ പറ്റാത്ത ആരുമില്ല. അതെ തെറ്റ് മനസ്സിലാക്കി, അതായത് ഒരു ഫാമിലി തെറ്റ് പറ്റാത്ത ആരെങ്കിലും ഉണ്ടാവുള്ളൂ, ആരും ഉണ്ടാവില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ കല്ലെറിയും. തെറ്റാണ്. അതൊന്നും ശരിയായെന്ന് തോന്നുന്നു അല്ലേ? അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടെന്ന് തോന്നുന്നല്ലേ? അത് മതി, എനിക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മതി. വേറെ നമ്മൾ പറയുമ്പോൾ ഓപ്പണായിട്ട് മാപ്പ് പറഞ്ഞ് അത് ഓപ്പണറിലാണ്. ഇത്രയും മീഡിയാസിന് മുമ്പിൽ ഓപ്പണറിൽ പറഞ്ഞിട്ട് അത് ഇനി സപ്പോർട്ട് ചെയ്യും. ഇനി എന്നെ കല്ലെറിഞ്ഞവര് സപ്പോർട്ട് ചെയ്യും, വീണ്ടും കല്ലെറിയല്ലോ. ഇത്രയും പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് ഒരാൾ വന്ന് മാപ്പ് പറയണമെങ്കിൽ അത് മനസ്സിൽ തട്ടിയിട്ട് തന്നെ ആയിരിക്കും പറഞ്ഞതാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലാതെ റോക്കിക്ക് ഇങ്ങനെ ചുമ്മാ വന്ന് പറഞ്ഞ് വെറുതെ ഷോ ഓഫ് കാണിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഋഷിയുടെ ഒരു മാരേജ് ഫംഗ്ഷൻ ആണത്. ഇപ്പം അതിനെക്കാട്ടി വലിയൊരു സംഭവം എന്ന് പറയുമ്പം ഈ സിജോയും സായിയും കൂടെ പുറത്തിറങ്ങി വന്നിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരു സംഭവം പറയുന്നുണ്ട്. ഇവർ പറയുന്നത് ഇതാണോ മാപ്പ് പറയേണ്ട ഒരു സിറ്റുവേഷൻ, ഇത് ഋഷിയുടെ മാരേജ് ഫംഗ്ഷൻ അല്ലായിരുന്നു, ഇതല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ എടുക്കണ്ടേ എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് സിജോയുടെയൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ സിജോയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എല്ലാ ടോപ്പിക്കും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അതൊക്കെ എപ്പോഴും നമ്മൾ സ്റ്റോപ്പ് ചെയ്ത ടോപ്പിക്കാണ്. അത് അതിന്റെ വിഷയം അല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിക്കുന്ന വിഷയം അല്ല, മറ്റൊന്ന് എന്റെ എൻഗേജ്മെന്റ് ആണ്. അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവിടെയല്ല. അപ്പൊ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും എനിക്കിപ്പോ ഇതാണ്. അതായത് ഇപ്പം നിങ്ങൾ ഇത്ര മീഡിയക്കാരുണ്ട് ഇവിടെ അല്ലേ, ഇത്ര മീഡിയക്കാരുണ്ട്, ഇത്ര ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ വെച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഇതിനു മുമ്പ് എത്ര കല്യാണ വീട്ടില് കല്യാണ ചെക്കനും പെണ്ണും നിൽക്കുമ്പോ എല്ലാരോടും അവരെ കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോ പറയാൻ പറ്റിയ സാധനമാണ് മാപ്പ്.
മലപ്പുറത്തിന്റെ ഇന്ത്യന്റെ കേരളത്തിന്റെ ഇവിടെ വെച്ചല്ലത് പറയേണ്ടത്. അത് പറയാൻ എത്രയോ അവസരങ്ങൾ, എത്രയോ സമയങ്ങൾ. എന്റെ നമ്പർ ഉണ്ട്, ഞാനും പുള്ളി ഒരേ ഗ്രൂപ്പിലുണ്ട്. അവിടെ വെച്ച് വേണം പറയാം. പേഴ്സണൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ, വിളിക്കാം. ഇവിടെ വെച്ച് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്താണ് ഉദ്ദേശം ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതിന് മറുപടി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് അതിനോട് യോജിപ്പുമില്ല. അതൊരു എന്റെ വേസ്റ്റ് ഓഫ് ടൈം ആണ്. പിന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മറ്റന്നാൾ നടക്കാൻ വേണ്ടി പോകുന്ന എൻഗേജ്മെന്റ് ആണ്. അപ്പൊ ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ കാര്യത്തിനകത്താണ്. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. ഞാൻ അങ്ങനെ നിൽക്കുന്നു. ഓക്കെ. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ശരിക്കും എന്താ തോന്നുന്നത്? കാര്യം ഇതുപോലൊരു സിറ്റുവേഷനിൽ മാപ്പ് പറയുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കാര്യം ആ ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ കെട്ടുകുതിര കൂടിയ ഒരു ദിവസമാണത്. ആ ഒരു ദിവസം തന്നെ എല്ലാവരും മുന്നിൽ വെച്ച് മാപ്പ് പറയുന്നതിനകത്ത് വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഋഷിയുടെ മാരേജ് ഫംഗ്ഷൻ ആണെന്നും പറഞ്ഞിട്ട് ഇത് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എന്താ തെറ്റ്? ഇവരെല്ലാവരും ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലേടേ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ കൂടിയല്ലേ ഇവരെല്ലാവരും കണ്ടുമുട്ടിയത്. അപ്പം ആ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് റോക്കിയുടെ മര്യാദ അനുസരിച്ച് അയാളത് മാപ്പ് പറഞ്ഞതാണ്. പക്ഷെ ഒരാൾ മാപ്പ് പറഞ്ഞിട്ടും ഇതാണോ ഒരു സമയം, ഈ ഒരു മാരേജ് ഫംഗ്ഷൻ്റെ ഇടയിലാണോ ഇത് സംസാരിക്കേണ്ടത്, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഈ സിജോ എന്തെല്ലാം ഡയലോഗായിരുന്നു അടിച്ചത്. അവൻ എൻ്റെ കൂട്ടുകാരനാണ്, എനിക്ക് അടി കിട്ടിയതിൽ പ്രശ്നമില്ല, എന്തെല്ലാം താളമായിരുന്നു ബിഗ് ബോസിനകത്ത് കിടന്ന് അടിച്ചത്, എന്തെല്ലാം ഡയലോഗായിരുന്നു അടിച്ചത്. അത് മാത്രമല്ല, ഇതിനകത്ത് സായിക്ക് വന്നിരുന്ന ഒപ്പീനിയൻ പറയാനുള്ള യാതൊരു റൈറ്റ്സും ഇല്ല. അത് മാപ്പിൻ്റെ കാര്യം അവർ തമ്മിലുള്ള ഇഷ്യൂസാണത്. സിജോ സായിയുടെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ ഒരു കാരണവശാലും ഈ ഒരു കാര്യത്തിനകത്തോട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം പറയാം, അങ്ങനെ അത്രയ്ക്ക് പ്രശ്നമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് സിജോ പോയി കംപ്ലൈൻറ്റ് ചെയ്തില്ല? സിജോ ഈ വിഷയം പോലീസിൽ കേസ് പോലും കൊടുത്തിട്ടില്ല. സിജോ കേസും കൊടുക്കാതെ ഇതും പറഞ്ഞ് വീണ്ടും വീണ്ടും വീഡിയോ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് തീർക്കാനായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല. ശരിയാണ്, നമ്മളത് മനസ്സിലാക്കുന്നത്. സിജോയുടെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു അടി കിട്ടിയതിന് ശേഷം ആ ഷോയിൽ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുമെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ ഇതിപ്പോൾ കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഒരു ഭയങ്കര വൃത്തിയിട്ട പരിപാടിയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. എന്തായാലും കൊള്ളാം. ഇത് കണ്ടപ്പോഴത്തേക്ക് റിയാക്ട് ചെയ്യണോ തോന്നി. ഇതിനകത്ത് ഒരുപാട് നെഗറ്റീവ് കമൻസ് ഉണ്ട്. ഇപ്പം പ്രത്യേകിച്ച് സിജോയെ പറ്റിയിട്ട്, ഇതാണ് സിജോയുടെ റിയൽ സ്വഭാവം, അപ്പോൾ അവൻ അതിനകത്ത് ബിഗ് ബോസ് കാണിച്ചതല്ല ഉടായ്പല്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ സിജോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം സിജോയുടെ എൻഗേജ്മെൻ്റ് ആണ് ഇപ്പോൾ എന്തായാലും വരുന്നത്. എന്തായാലും അടിപൊളിയായിട്ടൊക്കെ പോട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം.